ഇപ്പം എന്നെ എത്രയോ ഗ്രൂപ്പുകളിൽ വിളിക്കാറില്ല അഭിനയിക്കാനായിട്ട്. അപ്പോൾ ഒരു കംഫർട്ട് സ്പേസിലുള്ളവരെയാണ് ആക്ട് ചെയ്യാൻ വിളിക്കുന്നത്. നമുക്കതിന് എന്ത് പറയാൻ പറ്റും? എനിക്കൊരു ഉത്തരവില്ല അതിന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പേര് പറഞ്ഞതിൻ്റെ വില. അങ്ങനെയാണെങ്കിൽ പാർവതി തിരുവോത്തിന് എല്ലാ സിനിമയും ഇല്ലേ? പാർവതി തിരുവോത്തിന് അഭിനയിക്കാൻ അവസരം കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? അവര് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. പാർവതി തിരുവോത്തിന് അവസരം കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടോ? പാർവതി തിരുവോത്തിനും പുറത്തല്ലേ കൂടുതൽ അവസരം കിട്ടുന്നത്? കഴിഞ്ഞ ഒരു 4-5 years എടുത്ത് നോക്കിയാൽ തന്നെ ഹാൻഡ്ഫുൾ ഓഫ് മലയാളം ഫിലിംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയായിട്ടുള്ള ഒരു വഴക്കിൻ്റെ സമയത്തുണ്ട്. പക്ഷെ പുഴു കഴിഞ്ഞതിന് ശേഷമായിട്ട് കിട്ടുന്നില്ല സിനിമ. പാർവതി ഡേറ്റ് കൊടുക്കാത്ത, ഇപ്പം ഡേറ്റ് കൊടുക്കാത്തതാണോ അറിഞ്ഞൂടോ? എന്ന് വെച്ചാൽ പാർവതി എല്ലാവരുമായിട്ട് കംഫർട്ടബിൾ ആണോ വർക്ക് ചെയ്യാന്ന് അറിഞ്ഞൂടോ? പക്ഷെ പാർവതി ഇപ്പം ഞാൻ കാണുന്ന മിക്ക സിനിമയിലും ഇത് നമ്മൾ പാർവതി തിരുവോത്തിന് വെച്ചേക്കുന്ന സ്ക്രിപ്റ്റ്, അത് നമ്മൾ പാർവതി തിരുവോത്തിന് വെച്ചേക്കുന്ന സ്ക്രിപ്റ്റാന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. സിനിമ എത്രത്തോളം സംഭവിക്കുന്നു എന്നുള്ളത് ഒരു സംതിങ് എൽസ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ പറയുമല്ല, എനിക്ക് അതിനെക്കുറിച്ച് കണക്ക് പറയാൻ അറിയില്ല. പക്ഷേ എന്നോട് വന്ന് കഥ പറഞ്ഞിട്ടുള്ളതിലൊക്കെ തന്നെ ഞങ്ങൾ പാർവതി തിരുവോത്തിനെയാണ് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്, പാർവതി തിരുവോത്തിനോട് കഥ പറയാനാണ് പോകുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം സിനിമയായി മാറുന്നു എന്ന് എനിക്ക് WCCയിലെ കുട്ടികൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് പരാതിയൊന്നും അവർ പറഞ്ഞിട്ടതിൻ്റെ പേരിലല്ല. പ്രോബ്ലമാറ്റിക് ആണെന്ന് തോന്നിയാൽ എടുക്കില്ല, ഞാനും അതിൽ പെടും. പ്രോബ്ലം ക്രിയേറ്റേഴ്സാണ് എന്ന് തോന്നിയാൽ പരാതി പറയുന്നവരാണ്. അത് മുമ്പത്തെ സിനിമ, ഇപ്പോൾ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സിനിമയെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ്. ഒന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ WCC. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മെയിൻ ഡയറക്ടേഴ്സിനെ നമുക്ക് എടുത്തു നോക്കാം. ഇപ്പം ബേസിൽ ജോസഫ്, ആഷിഖ് അബു, ഖാലിദ് റഹ്മാൻ, ഇവരൊക്കെ, ചിദംബരം, ഇവരൊക്കെ ഇങ്ങനെ ഒരു വിഷയത്തിൻ്റെ പേര് പെൺകുട്ടികളെ കാസ്റ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അവരുടെ മൂവീസ് എടുത്ത് നോക്കിയാൽ ബേസിക്കലി എന്താണ് മെയിൽ ഡ്രിവൺ മൂവീസ്. ഇപ്പോൾ ഖാലിദ് റഹ്മാൻ, ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇപ്പൊ കൂടുതലും ആൾക്കാർ വയലൻസിനെയാണ് സ്നേഹിക്കുന്നത്. പക്ഷേ ഉണ്ട പോലത്തെ സിനിമ ഖാലിദ് റഹ്മാന്റെ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം മഞ്ഞുമൽ ബോയ്സ് ആണെന്ന് തോന്നുന്നത്. അപ്പൊ അവരുടെ മൂവീസിൽ വുമൺ നോൺ എക്സിസ്റ്റന്റ്. ഇന്നലെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജിംഖാന കണ്ടേ ഉള്ളൂ. അതിനകത്തൊക്കെ കിടിലം പെമ്പിള്ളാരോ, നല്ല ഇടി കൊടുക്കുന്ന പെമ്പിള്ളാരോ, നല്ല രസം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വേറെ ആയിരുന്നു. അങ്ങനെ പെൺകുട്ടികളെ മനഃപൂർവ്വം ഒഴിവാക്കും. സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയും സിനിമ പെമ്പിള്ളാർ വേണ്ടെന്ന്. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി ഓൾട്ടുഗെദർ. പണ്ട് പല ജോണറിൽ പല രീതിയിലുള്ള സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം ഒരു വയലൻസ് ഡ്രിവൺ ത്രില്ലർ സൈഡിലേക്ക് പോയി. അപ്പോൾ കുറച്ചും കൂടി ഒറിജിനൽ അല്ലെങ്കിൽ അത് നമ്മുടെ സമൂഹം പോകുന്ന ട്രാക്ക്, നമ്മുടെ സമൂഹം എന്താകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചികയാണ് സിനിമയിലെ ട്രെൻഡുകൾ. നമ്മൾ വയലൻസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യാം. ഒരു ദിവസം 5 പേരെ കൊല്ലുന്ന ആൾക്കാർ, 7 പേരെ കൊല്ലുന്ന ആൾക്കാർ. സിനിമ സമൂഹത്തിന്റെ റിഫ്ലക്ഷനാണ്. അബ്സല്യൂട്ട്ലി ആണ്. സിനിമ സമൂഹത്തിന്റെ റിഫ്ലക്ഷനാണ്. അതെങ്ങനെയോ ഈ എഴുത്തുകാർക്ക് മനസ്സിലാവും എന്താണ് മനുഷ്യർ ആലോചിക്കുന്നത്. എനിക്ക് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ട്രെൻഡ്സിനെ വെച്ച് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് ഒരു മൂവി കുറച്ചും കൂടി ഓഡിയൻസിന്. ഞാൻ അത് സിനിമ വിടാമേ, ഞാൻ ചോദിക്കട്ടെ, എല്ലാ ദിവസവും മനുഷ്യർ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാണുന്നത് എന്തുവാ? നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. നെറ്റ്ഫ്ലിക്സ് നോ, സാധാരണ മനുഷ്യർ ക്രൈം ഫയൽ അവരത് കണ്ടോണ്ടാണ് ഉറങ്ങുന്നത്. വൈ സോ? ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് എന്തുകൊണ്ടാണ് TRPയിൽ ക്രൈം ഫയൽ വരുന്നത്? ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. നോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നല്ലേ, അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ആ ഒരു ക്രൈമും കൊലപാതകവും കള്ളം കയറിയതും അച്ഛൻ തലക്കടിച്ച് കൊന്നതും അമ്മ തലക്കടിച്ച് കൊന്നതും അച്ഛനെ അമ്മ കൊന്നതും ഇത് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സിനിമയിൽ മാത്രമല്ല, എല്ലാ ദിവസവും എല്ലാ ചാനലിലും രാത്രി സെയിം ടൈമിൽ FIR ക്രൈം ഫയൽ എല്ലാം ആണ്. അതെന്താരും കാണാതെ പോകുന്നത്? അത് റിയൽ ഇൻസിഡൻസിനെ നറേറ്റ് ചെയ്യുന്നതാണ്. ഒരു ½ an hour പ്രോഗ്രാമാണ്. എന്നൊക്കെ ശബ്ദമൊക്കെ വെച്ച് വൃത്തിയായിട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അവരുടെ മുറി ഇങ്ങനെ കാണിക്കുന്നു, അവിടെയാണ് ബ്ലഡ് കിടന്നത്. അവൻ്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പൂങ്കാവനം എൻ്റെ
സോമൻ വന്നിട്ട് നടൻ സോമൻ വന്നിട്ട് KPSC എഴുതിയത്, അമ്മ പൂങ്കിനാവ് കാണാറുണ്ടോ? എന്തുവാ നീ ചോദിക്കും. അവരപ്പം പറയല്ലേ പൂങ്കിനാവ് വാരിക. അപ്പോൾ ഞാൻ കാണാറുണ്ട്, അതിനകത്ത് മറ്റേ കൊലപാതകത്തിൻ്റെ ചിത്രങ്ങളും വയറിങ്ങനെ കുരളിങ്ങനെ പുറത്തിയാടി കിടക്കുന്നതിൻ്റെ ചിത്രങ്ങളും. അതെ, ഞങ്ങൾ സമൂഹത്തിൻ്റെ അനീതിക്ക് നടത്തുന്ന ഒരു പടവാളാണ് എന്ന് ശ്രീനിവാസൻ എഴുതിയതാണ്. അതേപോലൊരു പടവാളാണ് നമ്മുടെ മീഡിയ. എല്ലാ ഇതിലും FIR-ഉം ക്രൈം ഫയലും എല്ലാ തരം ഉപദ്രവങ്ങളല്ലേ കാണിക്കുന്നത്. ഇത് എന്തുമാത്രം സൈക്കോളജിക്കലായിട്ടൊരു ഇമ്പാക്റ്റ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കും എന്നറിയാം. വല്ലതും വലിച്ചോണ്ടോ കുടിച്ചോണ്ടോ ഒക്കെ ഇരിക്കുന്നവനായിരിക്കും ഇത് കാണുന്നത്, കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ആരോടെങ്കിലുള്ള ദേഷ്യം ഏത് തരത്തിൽ ട്രിഗർ ചെയ്യും? ഭയങ്കര അപകടമാണ് ആ 10 മണി സമയം. ക്രൈം ഫയലും FIR അത് ട്രിഗർ ചെയ്യുന്നത് മനുഷ്യന് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. അവനെ അത് ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത്. അവൻ്റെ ഭാര്യയോട് ദേഷ്യം കാണും, ഭാര്യയുടെ അമ്മയോട് ദേഷ്യം കാണും, അനിയനോട് ദേഷ്യം കാണും, സ്വത്ത് തീർക്കം കാണും. ഇത് കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യരുതെന്നല്ല പഠിക്കുന്നത്. ഓഹോ അങ്ങനെ കൊല്ലാം അല്ലേ, അപ്പോൾ അവൻ അതിലേ പോകുമ്പോൾ അവനെ ഒട്ടണം. ഈ സാധനത്തിനെ നോർമലൈസ് ചെയ്യുമല്ലേ. ഈ കുടിയും വലിയും മാറുന്നതുകൊണ്ട് ഷൈൻ ഡിസ്കഷൻ ആയതുകൊണ്ട് ഇപ്പം ന്യൂസും കണ്ടത് മലയാളം ഇൻഡസ്ട്രിയിലെ ഡ്രഗ് പ്രോബ്ലം ഉണ്ട്, ഇൻഡസ്ട്രിയിലുണ്ട്. നമ്മളൊന്നും കാണാൻ ചെയ്യില്ല, പക്ഷെ നമ്മൾ പല കഥകളും കേസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഒന്നാമത് ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്ന് ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെയൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കൂടുതൽ ഇഷ്യൂസും വരുന്നത്. സെറ്റിൽ ഇങ്ങനെ അത് കൊണ്ടുവരുമോയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കാണാൻ ചെയ്യത്തില്ല. ഒന്നാമത് കുറച്ച് സീനിയർ ആക്ടേഴ്സൊന്നും കാണാതൊന്നും ചെയ്യത്തില്ല. പക്ഷേ നമുക്കതിൻ്റെ കാര്യമൊന്നും, ഇതിന് മണമൊന്നുമില്ലല്ലോ. മണമുണ്ടോ? അല്ല, എനിക്ക് അറിഞ്ഞൂടാ അത് മണമുണ്ടോ. ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ, സീരിയസ് ആയിട്ട്. അങ്ങനെ നമ്മൾ കാണാൻ എന്തായാലും ഇതൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ കുറേ പേര് ഫ്ലാറ്റിലൊക്കെ ആയിരിക്കും. ബ്രഹ്മപുരം കഴിഞ്ഞ ദിവസം കാക്കനാട് ഒരു ഇൻസിഡന്റ്, അങ്ങനത്തെ ഇപ്പോൾ കൂടുതലും ഫ്ലാറ്റിലാണ്. അങ്ങനെയൊക്കെ ആയിരിക്കും അത് കൂടുതൽ നടക്കും. സിനിമയിൽ ചെറുപ്പക്കാരായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ടും അവരൊക്കെ വരുന്ന ആൾക്കാർ പെട്ടെന്ന് സ്വഭാവത്തിൽ ചേഞ്ച് വരുന്നത് നമ്മൾ കാണാറുണ്ട്. പാവമായിട്ട് വന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വേറൊരു മുടിയും താടിയൊക്കെ വളർത്തി വേറൊരു ആറ്റിറ്റ്യൂഡൊക്കെ വരുന്നത് ഒക്കെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആക്ടിങ്ങിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? അതായത് വർക്കിംഗ് ടൈമിനെ എനിക്കൊന്നും അങ്ങനെയൊന്നും. നമ്മൾ രാവിലെ 6 മണിയാകുമ്പോൾ സെറ്റിൽ കൊണ്ടിരുത്തും, 9:30 ആകുമ്പോൾ വീട്ടിൽ പറഞ്ഞു വിടും. നമുക്ക് ഞങ്ങളുടെയൊക്കെ ടൈം എന്ന് പറഞ്ഞാൽ 6:30 മോർണിംഗ് ആണ്. ഷോട്ടിന് എപ്പോൾ വിളിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. ഞങ്ങളെ പ്രൊഡക്ഷൻ വിളിക്കുന്നത് 6:30. അത് ഞാൻ വന്ന കാലത്തും അതെ, ഇപ്പോഴും അതെ. സിനിമ നാളെ വർക്കുണ്ടെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ 6:30 ആകുമ്പോൾ ചേച്ചി 7 മണിക്ക് പിക്കപ്പ് അല്ലെ 6:30 പിക്കപ്പ്, വണ്ടി കൊണ്ടുവന്ന് നമ്മളെ അവിടെ കൊണ്ടിരുത്തും. ഷോട്ട് 9:30 പാക്കപ്പ് ആകും, 9:30 വണ്ടി കയറ്റി തിരിച്ചുകൊണ്ടാക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഷോട്ട് കഴിഞ്ഞാലും വന്ന് ഇന്ന് ചേച്ചിയുടെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ ഷോട്ടിന് നിൽക്കുമ്പോഴേ നമ്മൾ ആക്ടേഴ്സിനെ കാണുള്ളൂ. ഇവർ ക്യാരവനിന് ആ സമയത്ത് വരും, കഴിക്കുന്നത് ക്യാരവനകത്ത്. ഷോട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്യാരവനകത്ത്, ഷോട്ടിനും വരും. ഇവിടെ നമ്മൾ എങ്ങനെ ഇത് മനസ്സിലാക്കാനാണ്? ഇതാണ് ഞാനന്ന് പറഞ്ഞത്, നമ്മളിത് കാണൂല. പിന്നെ ബിഹേവിയർ ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.